യേശുവിൻ ദിവ്യ ഇഷ്ടമെന്നുമേ എന്നുടെ ജീവിതത്തിനാശയേ. നാളെന്നും ക്രൂശെടുത്തു ഞാൻ താതനിഷ്ടം നിറവേറ്റുമേ. ഞാൻ പിന്തുടർന്നിടും, ഞാൻ പിൻഗമിച്ചിടും എന്നുടെ ജീവിതയാത്രയിൽ. ഈ വരൂപിൽ ചൂടതേക്കുമ്പോ കഞ്ചിറകനിക്കു വിശ്രമം. ഈ വരൂപിൽ ചൂടതേക്കുമ്പോ കഞ്ചിറകനിക്കു വിശ്രമം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 25-ാം സങ്കീർത്തനം 14-ാം വാക്യം. യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു. സഹിത്വം എന്നതിന് രഹസ്യം, ഗാഢസൗഹൃദം, കൂട്ടായ്മ എന്നെല്ലാം അർത്ഥങ്ങളുണ്ട്. കർത്താവിൻ്റെ സഹിത്വം ഒരു പദവിയാണ്. അപ്പൻ മകനെ ശിക്ഷിക്കുന്നത് ക്രൂരമെന്ന് അവർ തമ്മിലുള്ള ബന്ധം അറിയാത്തവർ വ്യാഖ്യാനിച്ചാലും കാര്യത്തിൻ്റെ ഗൗരവവും അവർ തമ്മിലുള്ള ഹൃദയബന്ധവും അടുപ്പവും അപ്പനും മകനും അറിയാം. അതുപോലെയാണ് ദൈവവും തൻ്റെ ഭക്തനുമായുള്ള ബന്ധവും. കൈപ്പേറിയ അനുഭവങ്ങളുടെ പിൻപിലും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കരസ്പർശനം ഭക്തന് തിരിച്ചറിയുവാൻ കഴിയും. യഹോവയുടെ നിയമങ്ങൾ വെളിപ്പെട്ട് ലഭിക്കുന്നത് തന്നോട് സഹിത്വമുള്ള ഭക്തനാണ്. ജഡീക മനുഷ്യന് ദൈവിക സത്യങ്ങൾ മനസ്സിലാകണമെന്നില്ല. ദൈവത്തോടുകൂടെ നടക്കുന്നതാണ് ദൈവ മനസ്സ് തിരിച്ചറിയുവാൻ ആവശ്യം. നോഹ ദൈവത്തോടുകൂടെ നടന്നു, ദൈവഹിതം തിരിച്ചറിഞ്ഞു. അബ്രഹാം ദൈവത്തോടുകൂടെ നടന്നപ്പോൾ അബ്രഹാമിൽ നിന്ന് ദൈവത്തിനൊന്നും മറച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല. പ്രിയ സ്നേഹിതരെ, ഈ നാളുകളിൽ ദൈവത്തോടുകൂടെ ചേർന്ന് നമുക്ക് സഞ്ചരിക്കാം. അവനോടുള്ള സഖ്യതയിൽ നമുക്ക് നിലനിൽക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ സഖ്യതയിൽ നിലനിൽക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.